അപ്പോൾ എനിക്കൊരു സംശയം, ഇത് ശിവനാണോ? ഇത് എൻലൈറ്റ്മെന്റ് ആണോ അല്ലയോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ ഇത് എൻലൈറ്റ്മെന്റ് ആയിരിക്കാം. മനുഷ്യ ശരീരം അല്ല, കാരണം അതിഭീകരമായ അതീവ സുന്ദരികളുമാണ്. കാരണം മറ്റൊന്നിലും പെടാതെ വരുമ്പോൾ ഇതിലേ നമുക്ക് പെടുത്താൻ പറ്റും. ഞാൻ ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, അദ്ദേഹം ഒട്ട് കാശ് തന്നിട്ടുമില്ല. പിന്നെ ചുമ്മാതെ സാറിന് കാശ് മേടിക്കാൻ പറ്റും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജൻ സാറാണ്. നമസ്കാരം സാർ. നമസ്തേ സാറ് തന്നെ പല വീഡിയോകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കൃഷ്ണനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശിവനെ കണ്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് പേര് ഇതേപോലെയുള്ള ദൈവങ്ങളെ കാണുന്നുണ്ട്. കൃഷ്ണനെ ആണെങ്കിലും ശിവനെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ എല്ലാവരും കാണുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇവരെല്ലാം എൻലൈറ്റൻമെന്റ് ആയതാണോ അതോ ഇതെല്ലാം ഒരു ഹാലൂസിനേഷൻ ആണോ? ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം ഏറെയും ഹലൂസിനേഷനാണ്. പിന്നെ ഒരു ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അതിനെ തിരിച്ചറിയുന്നത് രണ്ട് പേര് പോകുമ്പോൾ ഒരാൾ കാണുകയും മറ്റേ ആൾ കാണാതിരിക്കുകയും ചെയ്യുക ഒരു വസ്തുവിന്. അപ്പോൾ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ആളിനോട് ചോദിക്കുക, ഇയാൾ കാണുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ടെങ്കിൽ അത് ഹലൂസിനേഷൻ ആയിരിക്കില്ല. കാരണം രണ്ട് ബ്രെയിനാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിലെല്ലാം വെച്ചിട്ട് പലതിലും വെച്ചിട്ട് തൊട്ടടുത്ത് നിന്ന ആളിനോട് ഞാനിത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനതിനെ ഹലൂസിനേഷനായിട്ട് ഫസ്റ്റ് എടുക്കും. പക്ഷേ അത് ഹലൂസിനേഷൻ അല്ല. കാരണം അതും അവിടുത്തെ ഓബ്ജക്ട്സുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തും. അപ്പോൾ ആ ഓബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ചോദിച്ച ആളിന് എന്തോ കൊണ്ടോ കാണാൻ പറ്റുന്നില്ല. അത് ഫാക്റ്റാണ്, പക്ഷേ എന്തോ കൊണ്ടോ കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കണ്ണിൻ്റെ എന്തോ ഒരു പ്രത്യേക വ്യത്യാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രത്യേക പവർ വല്ലതും കാണുമായിരിക്കാം. ഏതോ കാരണം കൊണ്ട് പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ഹലൂസിനേഷനാകാം, അല്ലെങ്കിൽ അത് ഫാക്റ്റാകാം. പക്ഷേ ഫാക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ ഗംഗയിൽ ഇതിനാണ് കുംഭമേളയ്ക്ക് പോയി. കുംഭമേളയ്ക്ക് പോയപ്പോൾ 6:50 മറ്റോ ആണ് കർത്തവാവ് തുടങ്ങുന്ന ആ ഒരു പ്രത്യേക ദിവസം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ദിവസം. അതായത് മിഥുനം മകരം രാശിയിലോട്ട് ചന്ദ്രൻ പ്രവേശിക്കുന്ന ആ സമയമാണ് കുംഭമേള നടക്കുന്നത്. അപ്പോൾ മകരം രാശിയിലോട്ട് ചന്ദ്രൻ പ്രവേശിച്ച സമയത്ത് കുളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സന്ധ്യയ്ക്ക് 7 മണി 6:47 ഒരിക്കൽ ഒരു കറക്റ്റായിട്ട് ആ ടൈം പറഞ്ഞതാണ്. 6:47 മറ്റോ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തു പോയി നിൽക്കുകയാണ്. നഗ്നരായ കുറേ സ്ത്രീകൾ, നഗ്നരായെന്ന് വെച്ചാൽ വസ്ത്രമെന്ന് പറഞ്ഞാൽ നൂൽ വസ്ത്രമില്ല, വെളുത്ത സ്ത്രീകളാണ്. ഒരാൾ മനുഷ്യ ശരീരം അല്ല, കാരണം അതിഭീകരമായ അതീവ സുന്ദരികളുമാണ്. ബാക്കിയെല്ലാം ചെറിയ സ്ത്രീകളാണ്. അപ്പോൾ ഇപ്പം ഞാൻ സമയം നോക്കി നിൽക്കുന്നത് പോലെ ആയിരിക്കാം ഇവർ സമയം നോക്കി നിൽക്കുകയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പം ഞാൻ ഈ സമയം ആ കറക്റ്റ് ടൈമിന് ഞാൻ മുങ്ങാനിറങ്ങിയതിന് മുമ്പ് തന്നെ ഇവർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ ഇവരുടെ തലമുടിയുടെ ഇതുകൊണ്ട് അവിടെ മുഴുവൻ അങ്ങ് പതഞ്ഞു ആ നദി. അപ്പോൾ ഹലൂസിനേഷനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുകയാണ്. അങ്ങ് പതഞ്ഞു. അവസാനം ഞാൻ ഈ പതയ്ക്കകത്ത് കുളിക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ താഴ്വശത്ത് മേൽവശത്തെ സംശയം കൊണ്ട് ഇവർ എന്തായാലും മനുഷ്യരല്ല, വല്ല ദേവതകളോ മറ്റോ ആയിരിക്കും. ഞാൻ മേൽവശത്ത് കുളിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ശാപമോ മറ്റോ നമ്മുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞാൻ അതിന് കീഴെ തന്നെ കുളിച്ചു. നോക്കിയപ്പോൾ അവിടെ മുഴുവൻ പതയാണ്. ഈ തലമുടി ഇതിനകത്ത് ഇവർ ഉയരാതെ കണ്ട് തന്നെ തലമുടി കൂടെ മുക്കി പതയാണ്. അപ്പോൾ അത് പിന്നെ പിറ്റേന്നത്തെ പത്രത്തിലും മറ്റുമൊക്കെ ഈ പതയുടെ കാര്യം വന്നു, ബാക്കി വന്നില്ല. ദാറ്റ് മീൻസ് അതുകൊണ്ട് മനസ്സിലാകുന്നത് ഇത് ഹലൂസിനേഷൻ അല്ലായിരുന്നു, അത് ഫാക്റ്റായിരുന്നു. അതേപോലെ എൻ്റെ അടുക്കൽ കുറേ സന്യാസിമാർ ഇരിപ്പുണ്ടായിരുന്നു, തീയും കാഞ്ഞിട്ട്. അപ്പം എനിക്ക് ഈ തീയുടെ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവർ കിടുകിടാന്ന് വിറച്ചിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരും കാണുന്നില്ല. ആണെങ്കിൽ അവരെ ഇങ്ങോട്ട് നോക്കുമല്ലോ.
അതുപോലെ സാധാരണ ജനങ്ങളും കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആരും ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സ് ഇങ്ങനെ ഒരു രംഗം കണ്ടാൽ അങ്ങോട്ട് നോക്കും. പക്ഷെ ആരും നോക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നോക്കാത്തത് കൊണ്ട് എൻ്റെ ഹലൂസിനേഷൻ ആണെന്ന് വരുത്താവുന്നതാണ്. പക്ഷേ ഈ ന്യൂസ് പേപ്പറിൽ വന്നതുമാണ്. പല ദിവസം വന്നാണ് ഈ പദം ഇതുവരെ നിന്നിട്ടില്ല എന്നും പറഞ്ഞു. അതേപോലെ തന്നെ സാറ് കൈലാസത്ത് വെച്ച് ശിവനെ കെട്ടിപ്പിടിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹലൂസിനേഷൻ ആണ്? അത് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ശിവനെ കെട്ടിപ്പിടിച്ച ശേഷം കാശ് അദ്ദേഹം കാശ് എടുത്തോളാം, പ്രത്യേകിച്ച് കാശ് ഇത്രയും ദൂരം മേളിലോട്ട് പോകുകയായതുകൊണ്ട് പ്രത്യേകം കാശ് എടുക്കണ്ട, അദ്ദേഹം കാശ് തിരിച്ചു വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചില്ലറ ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിലധികം ചില്ലറ അദ്ദേഹം കരുതിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് ചില്ലറയെ പറ്റി വിഷമിക്കേണ്ട, ഞാൻ കാശ് തന്നോളാം, തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം ആ കാശ് സൂക്ഷിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരിൽ നിന്നും മാറി ഞങ്ങൾ രണ്ട് മാത്രമായി. കാരണം ഞങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ കിട്ടിയില്ല. ഹെലികോപ്റ്റർ കിട്ടാതെ വന്നപ്പോൾ 10 മണിയായി. ഹെലികോപ്റ്റർ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഈ കേദാർനാഥിൻ്റെ ചുവട്ടിൽ വന്ന് സീതാകുണ്ടിൽ നിന്നും ഇനിയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവസാനം ഞങ്ങൾക്ക് ഈ കുതിരയെ കിട്ടി. കുതിരയെ വില പറഞ്ഞ് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ 10 മണിക്കാണ്, 10-10:15 ശേഷമാണ് പോയത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വെളുപ്പിന് 5 മണിക്ക് പോയി കഴിയും. 10 മണിക്ക് ഇനിയും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 8 മണിക്കൂർ കഴിയും. വൈകുന്നേരം ഇരുട്ടും 8 മണി 10 മണിയാകും. പോയവർ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് സന്ധ്യയാകും. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 10 മണിയാകും. ഈ കണക്കൂട്ടൽ കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയത്. പക്ഷേ പുള്ളി പോയിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്നെ വളരെയധികം വിശ്വസിച്ചു വന്നതായതുകൊണ്ട് പുള്ളി നിർബന്ധിച്ചു. അങ്ങനെ 2 കുതിരപ്പുറത്തായിട്ട് ഞങ്ങൾ യാത്രയായി. അപ്പോൾ 10:30 സ്റ്റാർട്ട് ചെയ്തു. ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ കേദാറിൻ്റെ മേളിലെത്തി. അതിനിടയിൽ 10:30-ക്കും 11-നും 11:30-ക്കും ഒക്കെ ആയിട്ട് 5 മണിക്കേ തിരിച്ചു പോയ 5 മണിക്കേ അവിടുന്ന് കുതിരപ്പുറത്തും നടന്നും ആ ഡോളിയിലും ഒക്കെ പോയവരെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവരെ നടക്കുന്ന അതേ സ്പീഡിലാണ് കമ്പയർ ചെയ്താൽ നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ എത്രയോ അധികം സ്പീഡിലാണ് ഞങ്ങൾ മേളിലെത്തുന്നത്. ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഇത് ഒരാളെ ഒരു ഹലൂസിനേഷൻ അല്ലെങ്കിൽ മറ്റൊന്ന് കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ അതിശയകരമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സാധാരണ നടക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുതിരയും നടക്കുന്നുള്ളൂ. പക്ഷേ 5 മണിക്ക് പോയതിന് ശേഷം 5.5 മണിക്കൂർ താമസിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അവർ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പാസ് ചെയ്യുന്നത് കണ്ടു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റേ ചെല്ല് പാസ് ചെയ്യുന്നത് കണ്ടു. അത് കഴിഞ്ഞ് വെറും ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ കേദാറിൻ്റെ മുകളിൽ ചെന്നു. 12 മണിയായി മേളിൽ ചെന്നപ്പോൾ ഒരാൾ സന്യാസി വന്ന് ഞാനൊരു മാലക്കടയുടെ മുമ്പിൽ നിൽക്കുക. സന്യാസി വന്ന് മാല മേടിക്കാനാണോ എന്ന് ചോദിച്ചു. മാല മേടിക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ മാല മേടിച്ച ഉടനെ വരാൻ പറഞ്ഞു. എൻ്റെ കൈക്കും പിടിച്ച് അപ്പോൾ ക്യൂ അതിലേ കൂടെ മേളിൽ നിന്നുള്ള ക്യൂ നടന്നുകൊണ്ടിരിക്കുക, 3 വരി ക്യൂ നടന്നുകൊണ്ടിരിക്കുക. എന്നെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കേദാർ വിഗ്രഹത്തെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. എന്നെ അകത്ത് വലിച്ചു കയറ്റുക ചെയ്തത്. എനിക്ക് ശകലം ബോഡി ഉണ്ടല്ലോ, എന്ന് കുറേ കൂടെ ബോഡി ഉണ്ടായിരുന്നു. വലിച്ചു കയറ്റുക ചെയ്തത്. അപ്പോൾ വലിച്ചു കയറ്റി എന്നെ കൂടെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ സമാധിയായി. പിന്നെ സമാധി മീൻസ് എനിക്ക് ബോധമില്ല. സമാധിയുടെ ഏറ്റവും ടോപ്പ് ലെവലിലെത്തി. ബോധമില്ല. അങ്ങനെ 2 മണിക്കൂർ ഞാൻ അവിടെ കിടന്നു. മറ്റേത് എൻ്റെ കൂടെ ഉണ്ട ആളിനെയും കൂടെ ഞാൻ വലിച്ചു കയറ്റി. എൻ്റെ കൂടെ വന്നതാണല്ലോ, അദ്ദേഹത്തെ വിട്ടുകൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം വലിച്ചു കയറി. അദ്ദേഹം എപ്പോഴോ ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന് സമാധിയൊന്നും അനുഭവപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ 2 മണിയായപ്പോൾ ഞാൻ സമാധിയിൽ നിന്ന് ഉണർന്നു. ഉണർത്തിയതാണ്. ഉണർത്തി കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് താപ്പോട്ടിറക്കി എനിക്ക് കാലേ നിൽക്കാൻ വയ്യ, കാലിന് ബലമില്ല. അവിടെ കുറേ നേരം ഇരുന്ന് കിടന്നിട്ട് വേണമായിരുന്നു ബോധമൊക്കെ വന്ന ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വേണമായിരുന്നു എണ്ണീക്കാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ചാടി എണ്ണിപ്പോണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ ബലം പോയി. ഈ മുട്ടിൻ്റെ ബലം എനിക്ക് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഞാൻ നടത്തയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ
ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. നടത്തിയാൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ വെള്ളം അടിച്ചതുപോലെ നടക്കുന്നത്. എൻ്റെ കാല് തമ്മിൽ ഇങ്ങനെ പോവും. അപ്പോൾ ആ ഒരു ഇംബാലൻസിങ്, നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇംബാലൻസിങ് അന്ന് സംഭവിച്ചതാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ താഴെ ഇറങ്ങി വന്ന ശേഷം വീണ്ടും പിന്നെ എനിക്ക് അവിടെയുള്ള വിഗ്രഹങ്ങളെ തൊഴാൻ എന്നെക്കൊണ്ട് ആവില്ല, എന്നെക്കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങി എൻ്റെ കൂടെയുള്ള ആളിനെയും കണ്ടില്ല. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ശിവൻ എന്നെ ഒരു മുഖം മുഴുവൻ ഭസ്മം കൊണ്ട് മൂടിയ ഒരാൾ അവിടെ നിന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചു. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേര്, 3, 4, 5, 6, 7 പേരുണ്ട് കൂടെ ഉണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. ഹഗ് ചെയ്ത ശേഷം അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് ശിവനാണോ? ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തെ തൊടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പിടിച്ചു താങ്ങി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്, അപ്പോൾ കുറേ നേരം അവിടെ നിന്ന ശേഷം ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം. അപ്പോൾ കാശ് എടുത്തിട്ടില്ല. അപ്പോൾ അടുത്തുനിന്ന് സാറിനോട് പറഞ്ഞു, സാറേ ഒരു 500 രൂപ ഇങ്ങ് താന്ന് പറഞ്ഞു. അദ്ദേഹം 100ൻ്റെ 5 എണ്ണം തന്നു. ഞാൻ ഇദ്ദേഹത്തിന് 100 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുത്തു. അപ്പോൾ സാറ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താപ്പോട്ടിറങ്ങി പോകുന്ന വഴിയിലാണ് പാർവതി ദേവി 5 പട്ടികളെയും കൊണ്ട് താപ്പോട്ടിറങ്ങി വരുന്നത് കണ്ട കാര്യം നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് റൂമിൽ വന്ന ശേഷം, സാറേ കാശ് എന്നാന്ന് പറഞ്ഞ് 500 രൂപ എടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം മേടിച്ചിട്ടില്ല, ഇന്നും മേടിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ന് കൊല്ലം ജില്ല ഇൻകം ടാക്സ് ഓഫീസറാണ് ഹരി സാർ. അദ്ദേഹം ഇന്നും ഞാനത് അദ്ദേഹം മേടിച്ചിട്ടില്ല. കാരണം വേണ്ടാത്തതുകൊണ്ടല്ല, അദ്ദേഹം തന്നിട്ടില്ല കാശ്, അദ്ദേഹം തന്നിട്ടില്ല. ഞാൻ ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, അദ്ദേഹം ഒട്ട് കാശ് തന്നിട്ടുമില്ല. പിന്നെ ചുമ്മാതെ സാറിന് കാശ് മേടിക്കാൻ പറ്റും. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ ചിടുമ്പോൾ ഉടൻ അദ്ദേഹം കേട്ടുകൊണ്ട് വരും. കഴിഞ്ഞ പ്രാവശ്യത്തിന് ഞാനിത് പറഞ്ഞിരുന്നതാണ്. അത് അദ്ദേഹം കേൾക്കാത്ത അന്ന് കേട്ട് കാണത്തില്ല, ഇത് കേട്ടെന്ന് വരാം. കാശ് ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഹലൂസിനേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് എൻലൈറ്റ്മെന്റ് ആണോ അല്ലയോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇത് എൻലൈറ്റ്മെന്റ് ആയിരിക്കാം. കാരണം മറ്റൊന്നിലും പെടാതെ വരുമ്പോൾ ഇതിലേ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ. മറ്റ് ഹലൂസിനേഷനെ പെടുത്താം, ഡെലൂഷനെ പെടുത്താം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പെടുത്തി നോക്കണം. പെടുത്തി നോക്കുമ്പോൾ ഇതിലൊന്നും പെടുന്നില്ലാത്ത ഒരു വേർതിരിവ് ഉണ്ടെങ്കിൽ അത് എൻലൈറ്റ്മെന്റ് ആയിരിക്കും.